ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള നമ്മൾ കൊണ്ടാട്ട മുളക് കൊണ്ട് ഒരു ചമ്മന്തി അങ്ങ് റെഡിയാക്കി എടുത്താലോ. അതിനായിട്ട് ഇതുപോലെ കുറച്ച് മുളക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു ചെറിയ ചീനിച്ചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ച് അതൊന്ന് ചൂടായപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മൾ മുളകും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാടിട്ട് മൂപ്പിച്ച് കരിച്ച് കളയേണ്ട. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം കേട്ടോ. ഇനി നമുക്ക് അരമുറി തേങ്ങ ചിരകിയതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 5-6 ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള പുളി ഇട്ട് കൊടുക്കാം. വാളൻ പുളിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് വേണ്ട. കാരണം ഓൾറെഡി നമ്മൾ കൊണ്ടാട്ട മുളകിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട. എങ്കിൽ പിന്നെ കട്ട ഉപ്പായി പോകും കേട്ടോ. അപ്പോൾ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളകും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ കൊണ്ടാട്ട മുളക് അതും കൂടി ഇട്ട് കൊടുത്തത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഓക്കെ.